നമസ്കാരം. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനൊപ്പം ആഘോഷിക്കുകയാണ് സൈബറിടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ. പ്രധാനമായും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുന്നത്. കൂടാതെ രാഹുൽ വിഷയത്തിൽ CPM നടത്തിയ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുകയാണ് ഒരു വിഭാഗം. സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധവും നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി നടന്ന മാർച്ചിൽ സർക്കാരിനെതിരെ ഉയർന്നത് രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ്. കൽപ്പറ്റയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ വേറിട്ട പ്രതിഷേധവും ശ്രദ്ധേയമായി. കൈകളിൽ കോഴികളുമായിട്ടാണ് പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. ഗണേഷിന്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചിയും ഗണേഷും തമ്മിലുള്ള പ്രശ്നം നടന്നിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ യാമിനി ആരോപണം ഉന്നയിച്ചിരുന്നു. ഉമ്മൻചാണ്ടി വഞ്ചിക്കുകയായിരുന്നുവെന്നായിരുന്നു അവരുടെ ആരോപണം. അതേസമയം ഗണേഷിന്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചിയും ഗണേഷും തമ്മിലുള്ള പ്രശ്നം നടന്നിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെയും യാമിനി ആരോപണം ഉന്നയിച്ചിരുന്നു. ഉമ്മൻചാണ്ടി വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് അവരുടെ ആരോപണം. താൻ എഴുതി നൽകിയ പരാതി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. മാത്രമല്ല, പ്രശ്നം പരിഹരിക്കാൻ തനിക്ക് ഒരു അവസരം കൂടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്തിരുന്നുവെന്നും അന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു. അന്ന് CPM പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയന്റെ പല ചോദ്യങ്ങളും വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കുത്തിപ്പൊക്കുകയാണ്. ഗണേഷ് കുമാറിന് ഭാര്യ നൽകിയ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ അന്ന് ചോദിച്ചത്. ഗണേഷ് കുമാറിന് ഭാര്യ നൽകിയ പരാതി മുഖ്യമന്ത്രി വായിച്ചതിന് ശേഷം ആ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്നത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയും UDFും എന്തേ ഇക്കാര്യത്തിൽ നിയമത്തെ അതിന്റെ വഴിക്ക് പോകാൻ അനുവദിക്കാത്തത്? ആ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്നായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയന്റെ ചോദ്യം. ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച പരാതിയുടെ പശ്ചാത്തലത്തിലാണ് പിണറായി വിജയന്റെ അന്നത്തെ പ്രതികരണം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പ്രതിഷേധം ശക്തമാണ്. കൽപ്പറ്റയിൽ പ്രതിഷേധക്കാർ KSRTC ബസ്സുകൾ തടയുകയും ഗണേഷ് കുമാറിന് കോലം കത്തിക്കുകയും ചെയ്തു. സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള കയ്യാങ്കളിയാണ് ഉണ്ടായത്. ബസ് തടഞ്ഞ പ്രവർത്തകരെ നീക്കം ചെയ്യാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. മന്ത്രിയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ നീക്കം. മന്ത്രിയുടെ മണ്ഡലമായ പത്തനാപുരത്തും പ്രതിഷേധം ആളിപ്പടരുകയാണ്. KSRTC ബസ് തടഞ്ഞ് ബാനർ കെട്ടി. കാലം കോഴി പത്തനാപുരത്തിന് വേണ്ടെന്ന് എഴുതിയ ബാനറാണ് KSU പ്രവർത്തകർ കെട്ടിയത്. KSU പ്രവർത്തകർ പത്തനാപുരം KSRTC സ്റ്റാൻഡിന് മുന്നിലും ബസ്സുകൾ തടഞ്ഞു. പത്തനാപുരത്ത് മന്ത്രിക്ക് അനുകൂലമായും പ്രതികൂലമായും വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞതോടെ പോലീസ് കനത്ത ജാഗ്രതയിലാണ്. വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് UDF ഘടകകക്ഷികളുടെ തീരുമാനം. അതേസമയം ഗണേഷ് കുമാറിൻ്റേത് തികച്ചും സ്വകാര്യമായ വിഷയമാണെന്നും താൻ അതിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമായിരുന്നു ചാണ്ടിയുമ്മൻ MLA പ്രതികരിച്ചത്. ഗണേഷ് കുമാറിന്റെ ഭാര്യ പരാതി നൽകട്ടെയെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. താൻ ഒരാളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ചാണ്ടിയുമ്മൻ കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ പല ആരോപണങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടെന്നും തന്റെ പിതാവ് കാണിച്ച സംസ്കാരത്തെ സ്മരിച്ചുകൊണ്ട് വിഷയത്തിൽ താനൊന്നും പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗണേഷ് കുമാറിനെതിരെ പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് തെളിയിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീയില്ലാത്തടുത്ത് പുകയുണ്ടാക്കിയ ആൾക്കാരാണ് CPM. 22 വർഷം മുൻപ് എൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ചുണ്ടാക്കിയ കഥകൾ ഞങ്ങൾ മറന്നിട്ടില്ല. CPMന്റെ ശൈലിയിൽ ഞാൻ പ്രതികരിക്കില്ല. ഇക്കാര്യത്തിൽ CPMന്റെ നിലപാടറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ ഗണേഷ് കുമാറിനെ കുറിച്ച് ഒരു വാക്ക് പോലും എന്നോട് കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഗണേഷിനെതിരായ ആരോപണങ്ങൾ നിസ്സാരമായി കാണില്ലെന്നാണ് LDF വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ സാഹചര്യത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദം വരും ദിവസങ്ങളിലും ശക്തമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഗണേഷ് കുമാറിനെതിരെ എല്ലാ തെളിവുകളും തന്റെ കൈവശമുണ്ടെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നാണ് ഭാര്യ വ്യക്തമാക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ആദ്യ പ്രതികരണത്തിന് പിന്നാലെയാണ് ബിന്ദു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.